എടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 500 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 9 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യവും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5300 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 3ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കൂടിയാണ്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മീറ്ററോളം വരുന്ന കട്ട വിരിച്ച റോഡുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ കാണുന്ന വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വീടിൻ്റെ എലവേഷൻ പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങും നല്ലൊരു കളർ പാറ്റേണും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭംഗിയുള്ള ഒരു പെബിൾ ടെക്സ്റ്ററിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വീടിനോട് മാച്ച് ആവുന്ന രീതിയിൽ വരുന്ന കളർ പാറ്റേൺ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് സെൻറ്ററിലായിട്ടൊരു CNC ഡിസൈൻ വർക്കൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കോളത്തിലായിട്ടും നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 എൻഡിലായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഗേറ്റ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടിയോളം വരുന്ന ഫോൾഡിങ് ഗേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. കോബ്ലർ സ്റ്റോൺസും ബാംഗ്ലൂർ സ്റ്റോൺസുമാണ് കോമ്പൗണ്ടിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തുള്ള ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടാപ്പ് പോയിൻറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോയുടെ താഴ്വശത്തായിട്ടും നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീടിൻ്റെ പോർച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് പോർച്ചിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് പോയിൻറ്റ്സുകൾ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൂവർ പാനലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 വാളി ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു ടെറാക്കോട്ട് ജാളിയുടെ വർക്കൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു സെറാമിക് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്ക് അഡീഷണൽ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് ഇവിടെയും ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകളൊക്കെ ഗാർഡൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടാപ്പ് പോയിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ടും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വീതിയുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ നല്ല വീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിൽ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. സിംഗിൾ പാളി ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു L ടൈപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോസുകളും സൈഡിൽ ഭിത്തിയിലായിട്ടും വിൻഡോസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അത്യാവശ്യം വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഒരു ബോക്സിൽ നിഷൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റിങ്ങുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്കുള്ള പാസേജിലൊക്കെ നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു പ്രയർ ഏരിയയൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട വിൻഡോയുടെ സൗകര്യം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനിൻ്റെ സൗകര്യവും നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട്
വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ, ജാഗ്വറിൻ്റെ തന്നെ ഒരു പില്ലർ കോപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഡോർ തുറന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കണ്ട വിൻഡോയുടെ സൗകര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി വാൾഡ്രോബ് സൗകര്യങ്ങൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെയും മേളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങളൊക്കെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും വെച്ചിട്ടുണ്ട്. ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറയുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൈറ്റിങ്ങും മിററും സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഒരു 10x10 ബെഡ്റൂം തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. ഏകദേശം 100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കിഡ്സ് ബെഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും വരുന്നുണ്ട്. കൂടാതെ ഒരു സെറയുടെ തന്നെ വാഷ് കൗണ്ടറും ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ ക്ലോസ്ഡ് ആയിട്ട് വരുന്നൊരു കിച്ചണാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോറിലൊക്കെ ഗ്ലാസിൻ്റെ ഫ്രെയിം വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ട ടൈലിൻ്റെ ഗ്ലോസി ആയിട്ട് വരുന്നതിൻ്റെ മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 4 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു എലിക്കയുടെ ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മേളിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. കോർണർ ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ക്വാളിറ്റിയുള്ള സിങ്കും ജാഗ്വറിൻ്റെ തന്നെ ഒരു ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം ഒരു സ്റ്റോറേജ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കൗണ്ടർ ടോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും മേളിലെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും അതിനോടനുബന്ധിച്ച് 2 സിങ്ക് കോക്കുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഡിഷ് വാഷറോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്ലഗ് പോയിൻറ്റും ടാപ്പ് പോയിൻറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുക്കളയുടെ പുറവശം വരുന്ന വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നല്ലൊരു ഗാർഡൻ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പച്ചക്കറിയൊക്കെ നടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഗേജിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോണിൻ്റെ സൗകര്യങ്ങളും ടാപ്പ് പോയിൻറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വടക്ക് കിഴക്കേ മൂലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ്റെ സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഇൻവേർട്ടർ ക്യാബിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. നമ്മൾ മുന്നേ കണ്ട വാഷ് കൗണ്ടറും അതിൻ്റെ താഴ്വശത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെയറിൻ്റെ വാക്ക്വേലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസും SS-ൻ്റെ റെയിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ലാൻഡിങ്ങിലെത്തുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു സ്ലൈഡിങ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ നല്ല സേഫ്റ്റിയിൽ തന്നെ ഗ്രില്ലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലൊക്കെ ആയിട്ട് ചെറിയൊരു ലൂവർ വർക്കിൻ്റെ പാനലിങ്ങൾ കൊടുത്തിട്ടുണ്ട്.
കൂടാതെ ഫാൻസി ലൈറ്റിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പർ ലിവിങ്ങിൻ്റെ ഒരു ഭിത്തിയിലായിട്ട് നല്ലൊരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ലൂവർ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. സീലിംഗ് വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകളും BLDC ഫാനും എല്ലാം ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 3 പാളി വിൻഡോ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും സൗകര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാൾഡ്രോബ് സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും നല്ല രീതിയിൽ വാൾഡ്രോബ് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം നമുക്ക് ഈ ഭിത്തിയിലായിട്ടും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഒരു സ്റ്റഡി റൂം കൺസെപ്റ്റിൽ കൊടുത്തിരിക്കുന്ന റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല രീതിയിൽ ബുക്ക് ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയിൽ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റഡി റൂം കിട്ടുന്നുണ്ട്. വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു അയൺ ചെയ്യാനുള്ള ഒരു ടേബിളിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിൻറ്റ്സും കാര്യങ്ങളും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് തന്നെ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. റൂഫ് ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു വാഷ് ബേസിൻ്റെ സൗകര്യങ്ങളും കൂടാതെ മിററിൻ്റെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടെറസിലേക്ക് പോകാനായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യം കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ആ റൂഫ് നമുക്ക് സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന സൗകര്യമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഭിത്തിയിലേക്കായിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകളെല്ലാം ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ബീഡിങ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ലൂവർ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡ് റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴെയായിട്ട് നമുക്കൊരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. ഇവിടെയും നമുക്ക് ഒരു 8-10 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ബിൽഡർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നുമുള്ള കാറ്റും സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്.
എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലും 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമായിട്ടാണ് വീട് കൊടുക്കാൻ ശ്രദ്ധിച്ചത്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗംഭീരമായ ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5300 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരു സ്റ്റഡി റൂം സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,30,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.